കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 3 phases പഠിച്ചിട്ടുണ്ടായിരുന്നു. കാറ്റഗറൈസ് ചെയ്തത് ഓക്കെ, എങ്ങനെയായിരുന്നു? ആയിട്ട് കാറ്റഗറി ഇനീഷ്യൽ ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ഏതായിരുന്നു ഫസ്റ്റ് ഫേസ്? ഏതായിരുന്നു എൽമ? ഫസ്റ്റ് ഫേസ് 1947, 1983. 1983 രണ്ട് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു. ഏതായിരുന്നു രണ്ടെണ്ണം? ഒരാൾക്കും പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കരുത്. ഗവൺമെന്റിന്റെ ഡ്യൂട്ടി ആണ് അവരുടെ ഹെൽത്ത് കെയർ, അവിടെയുള്ളവർക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെന്തായിരുന്നു സെക്കൻഡ് ഫേസ്? എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 1983 to 2000. അതിലെന്താ പ്രത്യേകത? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? നാഷണൽ ഹെൽത്ത് പോളിസി നിലവിൽ വന്നു. പിന്നെന്തായിരുന്നു? പിന്നെ പ്രൈവറ്റ് സെക്ടേഴ്സിനെ എൻകറേജ് ചെയ്യേണ്ട ഒരു പ്രാധാന്യം ഈ പോളിസിയിലൂടെ പറയുന്നുണ്ട്. പിന്നെ NHPs പ്രോഗ്രാം റൂറൽ ഏരിയാസിൽ അവിടുത്തെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിലൂടെ റൂറൽ ഏരിയാസിൽ എന്താണ് അവിടുത്തെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, പിന്നെ തേർഡ് ഫേസ് ഏതാണ്? തേർഡ് ഫേസ് 2000, പോസ്റ്റ് 2000. ഓക്കെ, ഇപ്പൊ നമ്മൾ ാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, റൂറൽ ഏരിയാസിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു 3 ടയർ സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു? സബ് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. ഓക്കെ, അപ്പൊ അവിടെ വരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഏതാണ്? ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. റിജോ, സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? മാം ചാപ്റ്ററിന്റെ നമ്പർ ഒന്ന് പറയുമോ? ചാപ്റ്റർ നമ്പർ 3, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ചാപ്റ്റർ 3, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ, PDF ഇല്ല എല്ലാവരുടെയും കയ്യില്? അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടു. ഓക്കെ, അപ്പൊ പറഞ്ഞോട്ടെ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നാഷണൽ ലെവലിൽ ഏതാണ്? നാഷണൽ ലെവൽ. ഓക്കെ, നാഷണൽ ലെവൽ ആണ് ഫസ്റ്റ് വൺ. അതിലേതാണ്? ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, റിജോ സ്ക്രോൾ ചെയ്യാവോ സ്ക്രീൻ? റിജോ, നെക്സ്റ്റ് പേജ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ, അപ്പൊ നാഷണൽ ലെവൽ ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ ഉണ്ട്, ഡിസ്ട്രിക്ട് ലെവൽ, ദെൻ റൂറൽ ഏരിയാസ്, അർബൻ ഏരിയാസ്. ഓക്കെ, അപ്പൊ നാഷണൽ ലെവലിലെ ആ ഹെൽത്ത് സിസ്റ്റം ഏതാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ള ഒരു മിനിസ്ട്രി ആണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഈ മിനിസ്ട്രി ആണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ള മിനിസ്ട്രി ആണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഇതാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് ഏതാണ്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. നെക്സ്റ്റ് ഏതാണ്? സ്റ്റേറ്റ് ലെവൽ. അവർക്ക് അണ്ടറിലുള്ളത് ഏതാണ്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. നമുക്കറിയാം ഓരോ സ്റ്റേറ്റിനും എന്തുണ്ട്? ഓരോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ട്, അല്ലേ? ഓക്കെ, സ്റ്റേറ്റ് ലെവലിന് താഴെ ഏതാണ് വരുന്നത്? ഡിസ്ട്രിക്ട് ലെവൽ. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവലിൽ നമുക്കറിയാം റൂറൽ ഏരിയാസും ഉണ്ട് ഒരു ഡിസ്ട്രിക്റ്റില്. ഏതാണ്? പിന്നെ അർബൻ ഏരിയാസും ഉണ്ട്. റൂറൽ ഏരിയാസിലെ ഹെൽത്ത് സിസ്റ്റത്തെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു അത് റൂറൽ ഏരിയാസിൽ വരുന്നത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, പിന്നെ ഏതായിരുന്നു? സബ്. അർബൻ ഏരിയാസിലാണ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഡിസ്പെൻസറീസ് ഒക്കെ വരുന്നത്.
ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസ് ഈ താഴെത്തട്ടിൽ ഈ റൂറൽ ഏരിയാസിൽ കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഡയറക്റ്റ് ആയിട്ട് നാഷണൽ ലെവലിൽ നിന്ന് ഇൻഫോം ചെയ്യല്ല ചെയ്യുന്നത്. ഏതാണ്? സ്റ്റേറ്റ് ലെവലിൽ അവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. ദെൻ പിന്നെ എങ്ങനെയാണ് ഡിസ്ട്രിക്ട് ലെവൽ? ആ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നുമാണ് റൂറൽ ഏരിയാസിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ അത്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഹോസ്പിറ്റൽ ഫങ്ഷൻസ്. സ്ക്രീൻ സ്ക്രോൾ ചെയ്യാവോ റിജോ? നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഫങ്ഷൻ. ഓക്കെ, ഹോസ്പിറ്റൽ ഫങ്ഷൻസ്. നേരത്തെ കാണിച്ചതിൽ യൂടി എന്ന് പറഞ്ഞ എന്താന്ന് പറഞ്ഞുതരാമോ? ടെറിട്ടറീസ്, എന്തോ യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ മാം. ഇപ്പൊ ക്ലിയർ അല്ലേ സ്ക്രീൻ? അപ്പൊ ഹോസ്പിറ്റൽ ഫങ്ഷൻസ്, ഹോസ്പിറ്റൽസ് നമുക്ക് ചില സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? There are two types of functions that are performed by the hospitals. ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസ്? ഏതൊക്കെയാണ്? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇൻട്രാമ്യൂറൽ ആൻഡ് എക്സ്ട്രാമ്യൂറൽ. എന്താണ് ഇൻട്രാമ്യൂറൽ? ഇൻട്രാമ്യൂറൽ എന്താണ്? സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ, ഇൻട്രാമ്യൂറൽ എന്താണ്? സർവീസ് within the wall of hospitals. Intramural typically refers to activities, programs and services that occur within the walls of the hospital itself. കിട്ടിയോ? intramural എന്താണ്? refers to activities. Intramural refers to activities, programs or services that occur. പറയാം. ഇൻട്രാമ്യൂറൽ. ഓക്കെ, എന്താണ് ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസിന് അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഓക്കെ, ഇൻട്രാമ്യൂറൽ refers to activities, programs, refers to activities, programs, program or services that occur within the walls of OCCUR, that occur within the walls of the hospital, that occur within the walls of the hospital. അപ്പൊ എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽസിന് അകത്ത് നടക്കുന്ന ചില ആക്ടിവിറ്റീസ്, പ്രോഗ്രാംസ്, സർവീസസിനെയാണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? ഒന്നുകൂടെ പറയാം. ഇൻട്രാമ്യൂറൽ refers to activities. Okay, activities, programs or services that occur within the walls of the hospital. ബിൽഡിങ്ങിനുള്ളിൽ നടക്കുന്ന ഇത്തരം സർവീസസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, പ്രോഗ്രാംസിനെയാണ് നമ്മൾ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയില്ലേ? നോട്ട് ചെയ്തില്ലേ? ഓക്കെ, അപ്പൊ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസിൽ ഏതൊക്കെയാണ് വരുന്നത്? ഏതൊക്കെയാണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ്? ഫസ്റ്റ് വൺ ഏതാ കൊടുത്തിരിക്കുന്നത്? റീസ്റ്റോറേറ്റീവ്. എന്താണ് റീസ്റ്റോറേറ്റീവ്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിലെ ഫസ്റ്റ് വൺ ആണ് റീസ്റ്റോറേറ്റീവ്. എന്താണ് റീസ്റ്റോറേറ്റീവ് മീനിങ്? എന്താണ് റീസ്റ്റോറേറ്റീവ് മീനിങ് എന്താണ്? പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുക എന്നൊക്കെ പറയും. അതായത് പരിക്കുകൾ മൂലമോ അല്ലെങ്കിൽ രോഗങ്ങൾ മൂലമോ കഷ്ടപ്പെടുന്ന പേഷ്യൻസിനെ അവരുടെ പഴയ അവസ്ഥയിലേക്ക് ട്രീറ്റ്മെന്റിലൂടെ കൊണ്ടുവരിക. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ്. അതിന് ഹെൽപ്പ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽസിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ റീസ്റ്റോറേറ്റീവ് എന്താണെന്ന് മനസ്സിലായോ? ഒരു പേഷ്യന്റിനെ പഴയ അവസ്ഥയിലേക്ക് അവര് പരിക്കു മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ മൂലമോ ഇഞ്ചുറീസ് മൂലമോ
കഷ്ടപ്പെടുന്ന പേഷ്യൻസിനെ ട്രീറ്റ്മെന്റിലൂടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നത് ഒരു ഹോസ്പിറ്റൽസിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് കൊണ്ടുവരുന്നത്? റീസ്റ്റോറേറ്റീവിൽ ഏതൊക്കെയാണ് നോക്കിയേ. ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട്. ഡയഗ്നോസ്റ്റിക്സ് എന്താണ്? രോഗനിർണയം. ഓക്കെ, രോഗനിർണയം. ഓക്കെ, രോഗനിർണയം. These consist of the inpatient service involving medical, surgical and other specialities and special diagnostics. അതിലെന്താ പറയുന്നത്? രോഗനിർണയം എങ്ങനെയാണ്? മെഡിക്കൽ, സർജിക്കൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്സ് എന്നിവ ഉൾപ്പെടുന്ന ഇംപേഷ്യന്റിന്റെ സേവനമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇംപേഷ്യന്റിനെ എന്താണ് ട്രീറ്റ്മെന്റിലൂടെ പഴയ രോഗനിർണയം നടത്തിയിട്ട് ട്രീറ്റ് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ക്ലിയർ ആയോ? യെസ് മാം. ദെൻ പിന്നെന്താ പറയുന്നത്? ക്യൂറേറ്റീവ്. എന്താണ് ക്യൂറേറ്റീവ്? ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്. എന്താണ്? എല്ലാ രോഗത്തിനുള്ള ട്രീറ്റ്മെന്റ്. ഓക്കെ, എന്താണ്? എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും ചികിത്സിച്ച് സുഖപ്പെടുത്തുക, രോഗശാന്തി. ക്യൂറേറ്റീവ്. ഓക്കെ, എല്ലാ രോഗങ്ങളെയും ചികിത്സിച്ച് സുഖപ്പെടുത്തുക, ക്യൂറേറ്റീവ്. ഓക്കെ, പിന്നെന്താണ്? റീഹാബിലിറ്റേറ്റീവ്. എന്താണ്? ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ. എന്താണ് റീഹാബിലിറ്റേറ്റീവ് എന്ന് പറഞ്ഞാല്? എന്താണ് റീഹാബിലിറ്റേറ്റീവ്? പുനരധിവസിപ്പിക്കുക. ഓക്കെ, പുനരധിവസിപ്പിക്കുക. അതായത് ഒരാൾക്ക് അസുഖം വന്നാല് അയാളെ ഫിസിക്കലി ആയിട്ടും സോഷ്യലി ആയിട്ടും അല്ലെങ്കിൽ മെന്റലി ആയിട്ടും സപ്പോർട്ട് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ക്ലിയർ ആയോ? റീഹാബിലിറ്റേഷൻ. യെസ് മാം. അപ്പോ എങ്ങനെയാണ് മെന്റലി? എങ്ങനെയാണ് നമുക്കറിയാം. എന്തോ? ഈ റീഹാബിലിറ്റേറ്റീവിന്റെ മലയാളം കൂടെ ഒന്നുകൂടെ പറയൂ. പുനരധിവസിപ്പിക്കുക. പുനരധിവസിപ്പിക്കുക. അതായത് എന്താണ്? ഒരാൾക്ക് ഇപ്പൊ നമ്മൾ കോവിഡ് വന്ന ടൈമിൽ നമുക്കറിയാം, നമുക്ക് എന്താണ് അകത്ത് തന്നെ ഇരിക്കണം. ഓക്കെ, അപ്പൊ ഡിപ്രഷൻ അനുഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കാം, അവരെ മെന്റലി തകർന്നിരിക്കുന്നവരുണ്ടായിരിക്കാം. അവരെ സപ്പോർട്ട് കൊടുത്ത് ഓക്കെ അവരെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ എന്താണ്? ഇപ്പൊ ഇഞ്ചുറീസ് വന്ന് എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് ഒക്കെ സംഭവിച്ച പേഷ്യൻസിന് എന്താണ്? തെറാപ്പീസിലൂടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? റീഹാബിലിറ്റേറ്റീവ് ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ് ഏതാണ്? നെക്സ്റ്റ് ഏതാണ്? കെയർ ഓഫ് എമർജൻസീസ്. അതിലെന്താ പറയുന്നത്? ആക്സിഡന്റ്സ് ആസ് വെൽ ആസ് ഡിസീസസ്. അതായത് അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ? ചിലപ്പോ ആക്സിഡന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസസ്, ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ആ പേഷ്യൻസിന് അടിയന്തര വൈദ്യസഹായം പ്രൊവൈഡ് ചെയ്യണം അല്ലെ? രോഗനിർണയം നടത്തിയതിനു ശേഷം നമുക്ക് എന്താണ്? ട്രീറ്റ് ചെയ്യണം ആ പേഷ്യന്റിനെ അല്ലെ? അടിയന്തരമായിട്ട് എമർജൻസി ആയിട്ട് ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് എന്ത്? അയാളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ, അയാളുടെ ജീവൻ നിലനിർത്താൻ കഴിയുകയുള്ളൂ. മനസ്സിലായോ? കെയർ ഓഫ് എമർജൻസീസ്. അതായത് ആക്സിഡൻസ് മൂലമോ, എപ്പോഴൊക്കെയാണ് എമർജൻസി വരുന്നത്? ആക്സിഡൻസ് അല്ലെങ്കിൽ എന്താണ്? എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഡിസീസസ്, ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യൻസിനെ എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്ത് അവരെ എന്താണ്? അവരുടെ ജീവൻ നിലനിർത്തുക, അവരെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ റീസ്റ്റോറേറ്റീവ് ക്ലിയർ ആയോ? എന്താണ് റീസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞാല്? പഴയ അവസ്ഥയിലേക്ക് ആ പേഷ്യന്റിനെ കൊണ്ടുവരിക. എന്താണ്? ഡയഗ്നോസ്റ്റിക്സിലൂടെ അല്ലെങ്കിൽ ക്യൂറേറ്റീവിലൂടെ, റീഹാബിലിറ്റേറ്റീവ് അല്ലെങ്കിൽ കെയർ ഓഫ് എമർജൻസി പ്രൊവൈഡ് ചെയ്തിട്ട്. അപ്പൊ ഏതൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ്? ഏതൊക്കെയാണ്? 2 ടൈപ്സ് ഓഫ് ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഇൻട്രാമ്യൂറൽ ആൻഡ് എക്സ്ട്രാമ്യൂറൽ. ഇൻട്രാമ്യൂറൽ എന്താണ്? ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സർവീസസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ്, പ്രോഗ്രാംസ്, സർവീസസ്, ഇതാണ് ഇൻട്രാമ്യൂറലിൽ പറയുന്നത്. അപ്പോ ഇൻട്രാമ്യൂറലിലെ ഫസ്റ്റ് പോയിന്റ് ഏതായിരുന്നു? റീസ്റ്റോറേറ്റീവ്. ഓക്കെ, ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ഹോസ്പിറ്റലിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലേ? ഓക്കെ, അതില് റീസ്റ്റോറേറ്റീവ് ആയിരുന്നു, ഡയഗ്നോസ്റ്റിക്സ് ഉണ്ടായിരുന്നു, പിന്നെ ഏതാണ്? ക്യൂറേറ്റീവ്,
റിഹാബിലിറ്റി, പിന്നെ ഏതാണ് കെയർ ഓഫ് എമർജൻസീസ്. അപ്പോൾ റെസ്റ്റോറേറ്റീവ് ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഏതാണ് പ്രിവെന്റേറ്റീവ്. ഓക്കെ, പ്രിവെന്റേറ്റീവ് എന്താണ്? പ്രതിരോധം, തടയുക, പ്രതിരോധം, പ്രിവെന്റേറ്റീവ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ഏതാ പറയുന്നത്? അപ്പൊ ഈ പ്രിവെന്റേറ്റീവും എവിടെ ഉൾപ്പെടുന്നതാണ്? ഏത് ഫംഗ്ഷനിലാണ് വരുന്നത്? ഇൻട്രാമ്യൂറൽ. ഉൾപ്പെടുന്നതാണ് പ്രിവെന്റേറ്റീവ്. എന്തൊക്കെയാണ്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ, പ്രിവെന്റേറ്റീവ് എന്നല്ലല്ലോ, പ്രിവെന്റീവ് എന്നല്ലേ? പ്രിവെന്റീവ് അല്ലേ? പ്രിവെന്റീവ് കേട്ടോ, സോറി. ഓക്കെ, അപ്പൊ എന്താണ് പ്രിവെന്റീവ്? സൂപ്പർവിഷൻ ഓഫ്, ഓക്കെ പറഞ്ഞോട്ടെ. സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. എന്താണ് അതിൽ പറയുന്നത്? പ്രഗ്നൻസി പറയുന്നത് പ്രഗ്നൻസി സൈഡ് ബർത്ത്, പ്രസവത്തിന്റെയും മേൽനോട്ടം. സൂപ്പർവിഷൻ ഹോസ്പിറ്റൽസ് ഈ പ്രഗ്നൻസി ടൈമിലും അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് ടൈമിലും എന്താണ് സൂപ്പർവിഷൻ ചെയ്യണം, മേൽനോട്ടം ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? ഈ പ്രഗ്നൻസി ടൈമിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അല്ലേ? അപ്പോ ആ മദറിനെയും അല്ലെങ്കിൽ ഡ്യൂറിങ് ആ പ്രഗ്നൻസി ടൈമിലും അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷവും ആ അമ്മയെയും കുഞ്ഞിനെയും എന്താണ് അവര് മോണിറ്റർ ചെയ്യണം, ചെക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയായിരിക്കാം ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയാണ്? കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാനും അബ്നോർമാലിറ്റി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കുട്ടികൾക്ക്. അതൊക്കെ കണ്ടുപിടിക്കാനും ചെക്കപ്പ്, ഓക്കെ, റെഗുലർ ചെക്കപ്പ് ചെയ്യുന്നതിലൂടെ ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അത് തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇത്തരം കോംപ്ലിക്കേഷൻസ് മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയുന്നതിലൂടെ എന്താണ് അത് തടയാനായിട്ട് ഒരു പരിധിവരെ ഹോസ്പിറ്റൽസിന് ട്രൈ ചെയ്യാം. ക്ലിയർ ആയോ? സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. യെസ് മാം. നെക്സ്റ്റ് വൺ ഏതാണ്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. എന്താണ് സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ? അതിലെന്താ വരുന്നത്? കുട്ടികളുടെ നോർമൽ ഗ്രോത്ത്, ഗ്രോത്തും സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മുടെ ഡിഫറൻസ് എന്താണ്? രണ്ടും സെയിം ആണോ? എന്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം? എന്താണ്? സാധാരണ വളർച്ചയും വികസനവും. ഗ്രോത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഓക്കെ, ശാരീരിക വളർച്ച, ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഗ്രോത്ത്. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എങ്ങനെ മെഷർ ചെയ്യാം? വെയിറ്റ്, ഹൈറ്റ്, സൈസ്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ലേ? ഇതാണ് ഗ്രോത്ത്, അതായത് ഫിസിക്കൽ ചേഞ്ചസ് ആണ് ഗ്രോത്ത്. വേറെ ഡെവലപ്മെന്റ് എന്താണ്? ഓവറോൾ ചേഞ്ചസ് ആണ്. ഓക്കെ, മൊത്തത്തിലുള്ള മാറ്റത്തെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് നമുക്ക് മെഷറബിൾ അല്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ പറ്റില്ല. ഗ്രോത്ത് എങ്ങനെയാണ്? നമ്മൾ മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ ഈ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ഓക്കെ, ആ മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ എന്ത് പറയും? നമ്മുടെ പല്ലുകള് എങ്ങനെയാണ്? പല്ലുകൾ എങ്ങനെയാ? ഗ്രോത്ത്. അത് ഗ്രോത്ത് ആണ്. എന്താണ് ഗ്രോത്ത് ആണെന്ന് പറയുന്നത്? മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്ത പിന്നീട് അത് വളരില്ല അല്ലേ? ഓക്കെ, പക്ഷെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? അത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, അത് ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഓക്കെ, അത് സ്റ്റോപ്പ് ആകുന്നില്ല. എന്തോ? ഹെയർ. ഓക്കെ, ഹെയർ. നമ്മുടെ നോളജ് ഗെയിൻ ചെയ്തെടുക്കില്ല, അതൊക്കെ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു അവരുടെ ഗ്രോത്തും ഡെവലപ്മെന്റും കണ്ടപ്പോ. അപ്പോ സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ എന്താണ്? കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയും ഡെവലപ്മെന്റും സംഭവിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ? ഓരോ കുട്ടികൾക്കും ഓരോ പ്രായത്തിൽ, ഇപ്പൊ 1 വയസ്സാവുമ്പോ ചില മൈൽ സ്റ്റോൺസ് ഒക്കെ ആ കുട്ടി അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെയാണ്?
ഒരു വയസ്സുള്ള ഒരു കുട്ടി ചില മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിരിക്കണം. എന്തൊക്കെയായിരിക്കാം അതില്? തനിയെ നടക്കാൻ പഠിച്ചു, ഇരിക്കാൻ ശ്രമിക്കണം, ക്യാപിലറീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിടിച്ചു നിൽക്കണം, സംസാരിക്കാൻ. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റും ഗ്രോത്തും ആ കുട്ടിക്ക് ആ പ്രായത്തിനനുസരിച്ച് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിൽ റെഗുലർ ചെക്കപ്പിലൂടെ എന്താണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും മാറ്റങ്ങള് ഡോക്ടേഴ്സിന് മുൻകൂട്ടി കണ്ടെത്താൻ കഴിയും. ഓക്കെ, അതിന് തടയാൻ കഴിയും. മനസ്സിലായോ? സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പ്രിവെൻഷൻ ഓഫ് പ്രൊലോങ്ഡ് ഇൽനെസ്. എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? സാംക്രമിക രോഗങ്ങൾ. സാംക്രമിക രോഗങ്ങൾ, സ്പ്രെഡ് ആവുന്ന പടരുന്ന രോഗങ്ങൾ. ഇപ്പൊ നിപ വൈറസ് അല്ലെങ്കിൽ കൊറോണ വൈറസ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ എന്താണ് എങ്ങനെയാണ് അതിനെ തടഞ്ഞത്? അതിനെങ്ങനെയാണ് പ്രിവെന്റ് ചെയ്തത്? എങ്ങനെയാണ്? മാസ്ക് ഉപയോഗിച്ചു, ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചു, സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യാം? പിന്നെന്താണ് പ്രിവെൻഷൻ ഓഫ് പ്രൊലോങ്ഡ് ഇൽനെസ്. എന്താണ് പ്രൊലോങ്ഡ് ഇൽനെസ് എന്ന് പറഞ്ഞാല് വളരെ കാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ. ഏതൊക്കെയാണ്? ഇപ്പോ പ്രഷർ, ഷുഗർ പോലുള്ള അസുഖങ്ങളില്ലേ, ആസ്മ, ഇവയെ എങ്ങനെ വരാതെ പ്രിവെന്റ് ചെയ്യാം, എങ്ങനെ തടയാം? ഓക്കെ, വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒരു പേഷ്യന്റിന് അവയർനെസ് കൊടുക്കേണ്ടത് ഹോസ്പിറ്റൽസിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്തായിരിക്കാം ഹെൽത്ത് എഡ്യൂക്കേഷൻ? എന്തായിരിക്കാം ഹെൽത്ത് എഡ്യൂക്കേഷനിൽ എന്തൊക്കെ വരാം? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചില ബോർഡൊക്കെ കാണാറില്ലേ? കണ്ടിട്ടില്ലേ? കൊറോണ ടൈമിലായാലും മാസ്ക് വെയർ ചെയ്യണം, അങ്ങനെ ചില ബോർഡൊക്കെ ഹോസ്പിറ്റൽസിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണത്? പേഷ്യൻസിന് അവയർനെസ് ചെയ്യണം അല്ലേ? അതിലൂടെ ഒരു പരിധിവരെ അസുഖങ്ങൾ തടയാൻ കഴിയും. ഓക്കെ, ക്ലിയർ ആയോ? ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യൻസിന് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം ത്രൂ ബോർഡുകളിലൂടെ. ഓക്കെ, അപ്പൊ അത് വായിക്കുന്ന ആ പേഷ്യന്റിന് ഇപ്പൊ മാസ്ക് വെയർ ചെയ്യണം, അതൊരു നോളജ് ആണ് ആ പേഷ്യന്റിന് അല്ലേ? അപ്പൊ അതിലൂടെ ഒരു പരിധി അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ ഏതാണ്? പ്രിവെന്റീവിലെ നെക്സ്റ്റ് വൺ ഏതാണ്? എന്താ വരുന്നത്? ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഒക്യുപ്പേഷനുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങളുണ്ട്. ഏതൊക്കെയാണിത്? അറിയോ? ചില പെർട്ടിക്കുലർ വർക്ക് ചെയ്യുന്നവർക്ക് ചില അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയോ? ഫോർ എക്സാമ്പിൾ പ്രൊലോങ് സ്റ്റാൻഡ് ചെയ്യുന്നവർക്ക് വെരിക്കോസ് വെയിൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ്. ഓക്കെ, അതായത് തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറയും. അതായത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽജന്യ രോഗങ്ങൾ. ആസ്ബെറ്റോസ് ഫാക്ടറിയിൽ, ആസ്ബെറ്റോസ് കേട്ടിട്ടില്ലേ? ആ ഫാക്ടറിയിൽ തൊഴിലാളികൾക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്, തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ആസ്ബെറ്റോസിസ്. പിന്നെ സ്വർണ്ണം ഇല്ലേ, ഗോൾഡ്, അവിടുത്തെ വർക്കേഴ്സിന് ഉണ്ടാകുന്ന അസുഖമാണ് സിലിക്കോസിസ്. പിന്നെ കൽക്കരി ഖനികളില്ലേ, അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്നതാണ് ന്യൂമോകോണിയോസിസ്. ഇതേപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചില അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആയോ? അത് തൊഴിൽജന്യ രോഗങ്ങൾ. ഖനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന രോഗത്തിന്റെ പേര് എന്താണ്? ഖനികളില് കൽക്കരി ഖനി, അവിടെയാണ് ന്യൂമോകോണിയോസിസ്. സ്വർണം, ടിന്നാണെങ്കിൽ സിലിക്കോസിസ്. ആസ്ബെറ്റോസ് ഫാക്ടറികളിലാണെങ്കിൽ ആസ്ബെറ്റോസിസ്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ല എന്താണ് ഒക്യുപ്പേഷൻ തൊഴിൽജന്യ രോഗങ്ങൾ? അപ്പൊ ഏതൊക്കെയായിരുന്നു പ്രിവെന്റീവില് വരുന്നത്? ഏതൊക്കെ പോയിന്റ് ആണ് പ്രിവെന്റീവ്? എങ്ങനെ പ്രതിരോധിക്കാം? ഏതൊക്കെയാണ്? Supervision of normal pregnancies and childbirth, supervision of normal growth and development of children,
control of communicable disease, prevention of prolonged illness, health education, and occupation. Okay. Supervision of normal pregnancies and childbirth എന്താ പറയുന്നത്? ഉമ, എന്താണ് സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്? ഉമ പറയാം മാം. പറയൂ. അതായത് ഗ്രോത്തിനെ കുറിച്ചും അതുപോലെ ചൈൽഡിന്റെ ബർത്തിനെ കുറിച്ചും ഒക്കെ അനലൈസ് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത് സൂപ്പർവിഷൻ. പ്രഗ്നൻസിയുടെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക, അതുപോലെ ചൈൽഡ് ബർത്തിന്റെ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. രണ്ടുപേരുടെയും ഹെൽത്ത് കൺസിഡർ ചെയ്യുന്ന കേസ്. ഓക്കെ, അതിനെ പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, അതിനെ റെഗുലർ ചെക്കപ്പിലൂടെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും, തടയാൻ സാധിക്കും. ക്ലിയർ ആണോ? ദെൻ സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. മനീഷ, എന്താണ് അതിൽ പറയുന്നത്? ഹലോ, നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. നമ്മളുടെ ജനിക്കുന്ന കുട്ടികളുടെ ചിൽഡ്രൻസിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റിനെയും കുറിച്ച് സൂപ്പർവിഷൻ നടത്തണം. അവരുടെ വളർച്ച കറക്റ്റ് ആയിട്ടാണോ, ബുദ്ധിവികാസം എല്ലാം കറക്റ്റ് ആയിട്ടാണോ എന്നുള്ളതിന് സൂപ്പർവിഷൻ നടത്തണം എന്ന്. ഓക്കെ. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്തായിരുന്നു? കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പടരുന്ന ഹലോ നമുക്ക് പകർച്ചവ്യാധികൾ, പടരുന്ന രോഗങ്ങളും അതെല്ലാം കൺട്രോൾ ചെയ്യണം എന്നാണോ? പ്രിവെന്റ് ചെയ്യാനുള്ളത്. പിന്നെ വളരെ പഴക്കമുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ടല്ലോ മാം. ആരാത്? മാം ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയോ? ഒന്നും കേൾക്കണില്ല. ഉമ കണ്ടിന്യൂ. എന്തായിരുന്നു കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് പ്രൊലോങ്ഡ് ഇൽനെസ്, അതിലെന്താ പറയുന്നത്? ഇടയ്ക്ക് കട്ടായി പോയിരുന്നു, കാരണം ക്ലിയർ ആയില്ല എനിക്ക്. പകരുന്ന രോഗങ്ങൾ പകരുന്ന രോഗങ്ങളെ നമ്മൾ തടയുകയും അതുപോലെ ദൂരനാളുകൾ നീണ്ടു നിൽക്കുന്ന രോഗങ്ങളെ പ്രതിരോധിക്കും, പ്രിവെന്റ് ചെയ്യണം. ഓക്കെ, അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പകരുന്ന അസുഖങ്ങളുണ്ട്, നിപ, കൊറോണ പോലുള്ളവ. ഇതിന് നമുക്ക് പല മെത്തേഡ്സിലൂടെ സാനിറ്റൈസർ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ എന്താണ് മാസ്ക് യൂസ് ചെയ്ത് ഒരു പരിധി വരെ തടയാം. ഓക്കെ. പിന്നെന്താണ് പ്രൊലോങ്ഡ് ഇൽനെസ് ഉണ്ട്, അതായത് വളരെ കാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളുണ്ട്, ഷുഗർ, ഡയബറ്റീസ് ഒക്കെ പോലുള്ളവ. ഇതിനെയും നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? ഹോസ്പിറ്റൽസിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ എന്തായിരുന്നു ഹെൽത്ത് എഡ്യൂക്കേഷനിൽ എന്താണ് പറഞ്ഞത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ അവയർനെസ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റൽസിലെ ചില ബോർഡൊക്കെ, സൈൻ ബോർഡൊക്കെ കാണാം അല്ലെ? അപ്പൊ അതിലൂടെ പേഷ്യൻസിന് അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക. ഒക്യുപ്പേഷനിൽ എന്താ പറഞ്ഞത്? ഒക്യുപ്പേഷൻ തൊഴിൽ സംബന്ധമായ രോഗങ്ങളെ തടയുക. രോഗങ്ങൾ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ആ പർട്ടിക്കുലർ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ചില അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരെണ്ണം പറയാവോ? അവിടെ ആ മേഖലയിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന അസുഖം ഏതാണ്? ആസ്ബെറ്റോസിസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ. ഹോസ്പിറ്റലിനകത്ത് ചില എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണത്? നമുക്ക് കണ്ടിട്ടുണ്ട് സാധാരണ അല്ലെ, മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്. ഓക്കെ, ട്രെയിനീസിനെ കണ്ടിട്ടില്ല ഹോസ്പിറ്റലിനകത്ത്? ഏതൊക്കെയാണത്? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് ഉണ്ടായിരിക്കാം, സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ടായിരിക്കാം, നഴ്സസ്. ഓക്കെ, ട്രെയിനിങ് നഴ്സസ് ഇല്ലേ? പിന്നെ മിഡ് വൈസ് എന്താണ്? ഈ പ്രഗ്നൻസി ടൈമില് അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു വുമൺ ആണ് മിഡ് വൈസ്. ഓക്കെ. പിന്നെ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. എന്താണ് സോഷ്യൽ വർക്കേഴ്സ്? ആരോഗ്യ പ്രവർത്തകര്. ഓക്കെ. ഇപ്പൊ മഴക്കാല പൂർവ്വ ശുചീകരണത്തെ കുറിച്ച് നമ്മുടെ വീടുകളിലെത്തി ആശാ വർക്കേഴ്സ് പറയാറില്ലേ? അവരെ പോലുള്ള സോഷ്യൽ വർക്കേഴ്സ്, അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ. പിന്നെന്താണ് പാരാമെഡിക്കൽ സ്റ്റാഫിന്.
പിന്നെ ഏതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എഡ്യൂക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് കമ്മ്യൂണിറ്റിയിൽ വരുന്നത്? ഇപ്പൊ നമുക്ക് അവയർനെസ് പ്രോഗ്രാംസ് നടത്താറുണ്ട്. ഇപ്പോ അഡോളസെൻസിന് അവയർനെസ് പ്രോഗ്രാം നടത്താറില്ലേ? ഓക്കെ. അല്ലെങ്കിൽ ഹെൽത്തുകളില് പ്രായമായവർക്ക് ക്ലാസ്സുകൾ വെക്കാറില്ലേ? ഹെൽത്തുകളില് 60 വയസ്സ് കഴിഞ്ഞവർക്ക് ചില ക്ലാസ്സുകളൊക്കെ കൊടുക്കാറുണ്ട്. ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഹെൽത്തുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ക്ലാസ്സസ്? അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രഗ്നൻസി വുമണിന് ക്ലാസ്സസ് കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് ഓക്കെ. മനസ്സിലായോ? ചില കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകം ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എഡ്യൂക്കേഷൻ നോളജ് കൊടുക്കാറുണ്ട്. ക്ലിയർ ആണോ? ഇപ്പൊ എഡ്യൂക്കേഷൻ ക്ലിയർ ആയോ? ഏതാണ് മാം? ഇതേപോലെ സെയിം ആണ് റിസർച്ച്. എന്താണ് റിസർച്ചിൽ പറയുന്നത്? ഹോസ്പിറ്റൽസിനകത്ത് എന്തോ ഗവേഷണം. അതെ, ഗവേഷണം അല്ലെ. ഹോസ്പിറ്റൽസിനകത്ത് എന്താണ് എന്തൊക്കെ ഗവേഷണം നടത്താറുണ്ട്? സ്ക്രീൻ സ്ക്രോൾ ചെയ്യുന്നു. സ്ക്രീൻ. ഓക്കെ ഓക്കെ. റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? റിജോ സ്ക്രീൻ സ്ക്രോൾ ചെയ്യാവോ? റിസർച്ചിൽ ഇത്രയാണ് പറയുന്നത്. എന്താണ് ഹോസ്പിറ്റൽസിനകത്ത് ഒരു പേഷ്യന്റിന്റെ രോഗാവസ്ഥയെ കുറിച്ച്, ആ കണ്ടീഷനെ കുറിച്ച് റിസർച്ച് ചെയ്യാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ എന്താണ് മെഡിസിനെ കുറിച്ച് റിസർച്ച് ചെയ്യാറുണ്ട് അല്ലേ? ട്രീറ്റ്മെന്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യാണ്ട് ഹോസ്പിറ്റലിനകത്ത് ചില റിസർച്ച് ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇൻട്രാമ്യൂറൽ മെയിൻ ആയിട്ട് 4 പോയിന്റ്സ് ആണ് വരുന്നത്. ഏതൊക്കെയായിരുന്നു? പ്രിവെന്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. എഡ്യൂക്കേഷൻ റിസർച്ച്. ഓക്കെ. അത് ക്ലിയർ ആണോ? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ. നെക്സ്റ്റ് ആണ് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ. എന്താണ് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ? outside Services outside the wall of hospital. ഓക്കെ. സർവീസസ് Outside റിജോ സ്ക്രീൻ ഒന്ന് the സ്ക്രോൾ wall ചെയ്യാം. of hospital. അപ്പോൾ എക്സ്ട്രാമ്യൂറൽ റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ്. എക്സ്ട്രാമ്യൂറൽ റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ്, പ്രോഗ്രാംസ് ഓർ സർവീസസ്. നോട്ട് ചെയ്യുന്നുണ്ടോ? സ്ക്രോൾ ചെയ്യാൻ പറയൂ മാം. റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? PDF ഇല്ല എല്ലാവരുടെയും കയ്യിൽ. പ്രിന്റ് എടുത്ത് വെച്ചിട്ടില്ലേ ചാപ്റ്ററിന്റെ? ഓക്കെ. എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ ലാസ്റ്റ് പോയിന്റ്. ഓക്കെ ഓക്കെ. ക്ലിയർ ആയോ? എന്താണ് extramural refers to activities, programs or services that occur outside the wall of the hospitals. Extramural refers to activities, programs or services that occur outside the walls of the hospitals. കിട്ടിയോ? ഒന്നുകൂടെ പറയൂ സർ. Extramural refers to activities, programs or services that occur outside that occur outside the walls of the hospital. The മാം walls ക്ലിയർ പറഞ്ഞു തരാമോ ആദ്യം മുതൽ? എക്സ്ട്രാ മ്യൂറല് നെറ്റ് കട്ടായി പോകുന്നു ഇടയ്ക്ക്. ബ്രേക്ക് ആയി പോകുന്നുണ്ടോ? കിട്ടുന്നില്ല. എല്ലാവർക്കും അങ്ങനെയാണോ? കുഴപ്പമില്ല മാം. Extramural refers to activities, programs or services
that occur OCCUR that occur outside the walls of the hospital. Outside the walls of the hospital. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ ഓക്കെ. ഔട്ട്പേഷ്യന്റ് സർവീസ്, അതിൽ ഫസ്റ്റ് പോയിന്റ് ഏതാണ്? ഔട്ട്പേഷ്യന്റ് സർവീസസ്. എന്താണ് ഔട്ട്പേഷ്യന്റും ഇൻപേഷ്യന്റും? പേഷ്യന്റ് ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള അഡ്മിഷന്റെ കേസിലാണ് ഇൻപേഷ്യന്റ് വരുന്നത്. ഓക്കെ. ഔട്ട്പേഷ്യന്റ് എന്താണ്? റെഗുലർ ഹോസ്പിറ്റലിൽ നിന്ന് OP-ലൊക്കെ വരുന്നത്. എന്താണ്? അഡ്മിഷൻ എടുക്കാത്ത, ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവാതെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് ആണ് എന്താ? ഔട്ട്പേഷ്യന്റ്. അങ്ങനെയാണെങ്കിൽ ഇൻപേഷ്യന്റ് എന്ന അഡ്മിഷൻ എടുക്കുന്ന പേഷ്യന്റ്. ഓക്കെ, ഹോസ്പിറ്റൽസിൽ ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ഇൻപേഷ്യന്റ്. അതായത് ആൻ ഇൻപേഷ്യന്റ് ഈസ് എ പേഷ്യന്റ് who is admitted to hospital or medical facility for at least 1 overnight. ഓക്കെ, ഒരു ഡേ എങ്കിലും അവിടെ സ്റ്റേ ചെയ്യുന്ന അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിനെയാണ് നമ്മൾ ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഔട്ട് പേഷ്യന്റും ഇൻപേഷ്യന്റും എന്താണെന്ന് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് ചിലപ്പോൾ എന്താണ് റൂട്ടീൻ ചെക്കപ്പിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടിയായിരിക്കും വരുന്നത് ഹോസ്പിറ്റൽസിൽ. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നോക്കാം. അപ്പോൾ ഔട്ട് പേഷ്യന്റ് സർവീസസ് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നതാണ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് OP-യിൽ എത്തുന്ന പേഷ്യന്റിന് കൊടുക്കുന്ന എല്ലാ സർവീസസും എന്താണ്? എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആണോ? Then home care services. എന്താണ് ഹോം കെയർ സർവീസസ്? എന്തായിരിക്കും? എന്തോ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ബെഡ് റിഡൻ ആയ പേഷ്യന്റ്, കിടപ്പിലായ രോഗികളെ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് വീട്ടിലെത്താറുണ്ട് അല്ലെ? അങ്ങനെയുള്ള ആ സർവീസിനെയാണ് ഓക്കെ ഹോം കെയർ സർവീസ് എന്ന് പറയുന്നത്. ഡോക്ടർ വീട്ടിലെത്തി പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി. ഓക്കെ, അതെ അതെ, അതാണ് ഹോം കെയർ സർവീസസ്. ഇതൊക്കെ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ്. ഔട്ട് പേഷ്യന്റ് സർവീസസ്. പിന്നെ ഏതാണ്? ഹോം കെയർ സർവീസസ്. എന്താണ് പിന്നെ മൊബൈൽ ക്ലിനിക്? എന്താണ് മൊബൈൽ ക്ലിനിക്? ആംബുലൻസ് പോലെ അതിൽ തന്നെ ചെക്കപ്പ് ചെയ്യുന്ന ചെറിയ യൂണിറ്റ് ആയിട്ട് അവർ സഞ്ചരിച്ച് എന്താണ് ചെക്കപ്പ് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് മൊബൈൽ ക്ലിനിക്. ഓക്കെ, മനസ്സിലായോ? മൊബൈൽ ആംബുലൻസ് ഇല്ലേ? അപ്പൊ അതില് ചെറിയ യൂണിറ്റ് ആയിട്ട് സഞ്ചരിച്ച് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നേഴ്സ് അങ്ങനെ ഒരു ചെറിയ യൂണിറ്റ് ആയിട്ട് സഞ്ചരിച്ചിട്ട്, ഹോസ്പിറ്റലിനകത്തല്ല ഹോസ്പിറ്റലിന് പുറത്ത് ഒരു യൂണിറ്റ് ആയിട്ട് സഞ്ചരിച്ചിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതി. ദെൻ ഡേ കെയർ സെന്റർ ഉണ്ട് ഹോസ്പിറ്റൽസിൽ. പിന്നെ എന്താണ്? നൈറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, രാത്രി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. മെഡിക്കൽ കെയർ ക്യാമ്പ്. ഓക്കെ, ക്യാമ്പുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ? ക്യാമ്പ് ഒക്കെ നടത്താറില്ലേ? ക്യാമ്പ് നടത്താറില്ലേ ഹോസ്പിറ്റൽസ്? ഈ സർവീസസ് ഒക്കെ എന്താണ്? എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിലാണ് ഉൾപ്പെടുന്നത്. ഔട്ട് പേഷ്യന്റ് സർവീസ്, ഹോം കെയർ സർവീസസ്, മൊബൈൽ ക്ലിനിക്സ്, ഡേ കെയർ സെന്റർ, നൈറ്റ് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കെയർ ക്യാമ്പ്സ്, ഇതെല്ലാം ഏതിലാണ് വരുന്നത്? നൈറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞുതരാവോ? നൈറ്റ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്ന ചില ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓക്കെ, രാത്രിയും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട് നൈറ്റ് ടൈമിൽ. ഓക്കെ, അത്തരം ഹോസ്പിറ്റൽസും എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? അപ്പൊ ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, ഇതിന്റെ MCQ ഞാൻ അയച്ചേക്കാം. അപ്പോ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചത്? റീസ്റ്റോറേറ്റീവ്, പ്രിവെന്റീവ്, എഡ്യൂക്കേഷൻ, റിസർച്ച്. ഓക്കെ, അപ്പൊ എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷനിൽ ഉൾപ്പെടുന്ന ഏതൊക്കെ സർവീസ് ആണ് ഉൾപ്പെടുന്നത്? Outpatient services, home care service, mobile clinic, night hospital, medical camp. ചാപ്റ്റർ കംപ്ലീറ്റ്.
നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം അതിൽ നിന്ന്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ട് എല്ലാവരും? ഓർക്കുന്നുണ്ട് മാം. യെസ് മാം. എന്തായിരുന്നു ആയുഷ്? മനീഷ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. മനീഷ, എന്താണ് Yes, ma'am. Ayush Ministry of the Government of India. മ്യൂട്ട് ചെയ്തോളൂ. ആയുർവേദ മീൻസ് എന്തായിരുന്നു? മീനിങ് എന്താണ് ആയുർവേദ? എൽമ? സയൻസ് ഓർ ലൈഫ്? സയൻസ് ഓർ ലൈഫ്? ഓറല്ല, സയൻസ് ഓഫ് ലൈഫ്, സയൻസ് ജീവിതത്തിന്റെ ഓഫ് ലൈഫ്. അതെ, ഓഫ് ലൈഫ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് എന്തായിരുന്നു യോഗ? What do you mean by yoga? സയൻസ് ഓഫ് ആർട്ട്. സയൻസ് ഓഫ് ആർട്ട് അല്ല, സയൻസ് ആൻഡ് ആർട്ട് സയൻസ് ആൻഡ് ആർട്ട് എന്നതാണ് യോഗ. ഓക്കെ. ആയുർവേദം എന്തായിരുന്നു? സയൻസ് ഓഫ് ലൈഫ്. യോഗ എന്താണ്? സയൻസ് ആൻഡ് ആർട്ട്, ശാസ്ത്രവും കലയും കൂടി ചേർന്നതാണ് യോഗ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ആയുർവേദയിൽ നമ്മൾ ചില എലമെന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആയുർവേദയുടെ കോൺസെപ്റ്റ് അനുസരിച്ച് എങ്ങനെയാണ് ബോഡി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? 5 elements. വാട്ടർ, ഫയർ, എർത്ത്, സ്പേസ്. ഫയർ, സ്പേസ്. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? എത്ര എലമെന്റ് ആയിട്ടാണ് ശരീരത്തിൽ? 3 elements കാണപ്പെടുന്നു. വാത, പിത്ത, കഫ. മ്യൂട്ട് ചെയ്തോളൂ മനീഷ. ഷെറിൻ, ദോഷങ്ങൾ എന്നാണ് പറയുന്നത്. 3 എലമെന്റ്, അത് ഏതൊക്കെയായിരുന്നു 3 എലമെന്റ്? വാദം, പിത്തം, കഫം. അപ്പൊ ഒരാൾക്ക് ഒരു അസുഖം വരുന്നത് എങ്ങനെയാണെന്നാണ് ആയുർവേദ പറയുന്നത്? ഈ എലമെന്റ്സ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ, ഈ എലമെന്റ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, ഓക്കെ, ഏറ്റക്കുറച്ചിലുകള്, ഏതെങ്കിലും ഒരു എലമെന്റ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ്, എലമെന്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് ഒരാൾക്ക് അസുഖം വരാൻ കാരണം. ഓക്കെ. അപ്പൊ ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ഇതൊക്കെ ബാലൻസിങ് ആണ്. 3 എലമെന്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ. യുനാനി സിസ്റ്റം എന്തായിരുന്നു? യുനാനി സിസ്റ്റം, യുനാനി മീനിങ് എന്തായിരുന്നു? യുനാനിയുടെ മീനിങ് ഗ്രീക്ക് മെഡിസിൻ. മെഡിസിൻ ആണ്. ഓക്കെ. യുനാനിയുടെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? യുനാനിയിൽ എന്താ പറയുന്നത്? യുനാനിയുടെ കോൺസെപ്റ്റ് അനുസരിച്ച് അതിലെന്താ പറയുന്നത്? എങ്ങനെയാണ് ഒരാൾക്ക് അസുഖം വരുന്നത്? ബോഡിയിലുള്ള 4 എലമെന്റ്സിന്റെ വേരിയേഷൻ വരും. വേരിയേഷൻ. എലമെന്റ്സ് ഏതൊക്കെയാണ്? ബ്ലഡ്, ബ്ലാക്ക് ബൈൽ. ഓക്കെ, ബൈൽ, ബ്ലാക്ക് ബൈൽ, ഇതിലുണ്ടാകുന്ന വേരിയേഷൻ ആണ് ഒരാൾക്ക് രോഗമുണ്ടാകാൻ കാരണമെന്നാണ് യുനാനി പറയുന്നത്. സിദ്ധ എന്താ പറയുന്നത്? സിദ്ധ 3 elements. സിദ്ധ 5 elements തന്നെ. അതില് 3 elements നമ്മുടെ ബോഡിയിൽ കാണും. അതിൽ വേരിയേഷൻസ് വരുമ്പോ ഡിസീസസ് ഉണ്ടാവും. സിദ്ധയിൽ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഫുഡ്, ഇതൊക്കെയാണ് വേരിയേഷൻസ് വരാനുള്ള മെയിൻ കാരണം. സന്ധ്യ പറയും, സിദ്ധയിൽ എത്ര എലമെന്റ്സ് ആ പറയുന്നത്? ഏതൊക്കെയാണ്? 5 elements. ഏതൊക്കെയാ? Air, water. Hello. പറഞ്ഞോളൂ. ഏതൊക്കെയാണ് 5 എലമെന്റ്സ് എന്ന് പറഞ്ഞല്ലേ? ഏതൊക്കെയാണത്? Air, water, earth, fire, space. എങ്ങനെയാണ് ഒരാൾക്ക് അസുഖം വരുന്നത് സിദ്ധയില്? 3 എലമെന്റ്സിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവുമ്പോ. ഓക്കെ. നാച്ചുറോപ്പതി എന്താണ്? നാച്ചുറോപ്പതി പറയുന്നത് എന്താണ്? മാഡം, ഒരു ഡൗട്ടും കൂടി ചോദിക്കട്ടെ. അതില് നാഡി ചെക്ക് ചെയ്തിട്ടല്ലേ? അതെ. ട്രീറ്റ്മെന്റ് നാഡി ചെക്ക് ചെയ്തിട്ടാണ്. ഓക്കെ. പിന്നെന്തായിരുന്നു നാച്ചുറോപ്പതിയിൽ എന്താ പറഞ്ഞത്? ടോക്സിൻസ് മൂലമാണ് നമുക്ക് അസുഖം ഉണ്ടാവുന്നതാണ് നാച്ചുറോപ്പതി. ഓക്കെ.
അപ്പൊ ക്ലിയർ ആയല്ലോ. ആയുർവേദയിൽ 4 എലമെന്റ്സ് ഉണ്ട്, 5 എലമെന്റ്സ് ഉണ്ടെന്ന് പറയുന്നു. യോഗയിൽ എന്താണ്? സയൻസും ആർട്ടും കൂടി ചേർന്നതാണ് യോഗ എന്ന് പറയുന്നു. യുനാനിയിൽ എത്ര എലമെന്റ്സ് ആയിരുന്നു? 4 elements. അതെ. സിദ്ധയിൽ എത്ര എലമെന്റ്സ് ആയിരുന്നു? 4 elements. 5 elements. സിദ്ധയില് 5 elements. 5 elements. മാം ആയുർവേദയും സിദ്ധയല്ലേ സെയിം വരുന്നത്? എലമെന്റ്സ് സെയിം വരുന്നത്? സിദ്ധയിൽ 3 എലമെന്റ്സ് ആ പറയുന്നത്, വാദം, പിത്തം, കഫം. കഫം. ആയുർവേദ യുനാനി സെയിം ആണല്ലേ? അതെ അതെ. അതിടയ്ക്ക് മാറി പോകുന്നുണ്ട്, അതാ ചോദിച്ചു. താങ്ക് യു മാം. ഓക്കെ, ദെൻ പിന്നെന്തായിരുന്നു? മോഡേൺ അലോപ്പതിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അലോപ്പതിക്കിൽ എന്തായിരുന്നു? എത്രയായിട്ടാണ്? മാം ആയുർവേദയും സിദ്ധയല്ലേ സെയിം ആയിട്ട് വരുന്നേ? യുനാനി elements അല്ലേ? സോറി പറയാം. ആയുർവേദയില് 5 എലമെന്റ്സ് ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഈ 5 എലമെന്റ്സ് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നത് എങ്ങനെയാണ്? 3 ഫോം ആയിട്ടാണ്. ഏതൊക്കെയാണ് 3 ഫോം? വാദം, വാദം, പിത്തം, കഫം. ഓക്കെ, അത് തന്നെയാണ് സെയിം. ആ വാദം, പിത്തം, കഫം നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് 3 ഫോം ആയിട്ടാണ്. ഓക്കെ, അത് തന്നെയാണ് സിദ്ധയിലും പറയുന്നത്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നത് 3 എലമെന്റ് ആയിട്ടാണ്. കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ ഇട്ടായിരുന്നു ക്വസ്റ്റ്യൻ. നേച്ചറിന്റെ രീതിക്ക് സിദ്ധ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു മോക്ക് ടെക്സ്റ്റില്. അതിനകത്ത് സിദ്ധ നമ്മൾ നേച്ചർ അടിസ്ഥാനത്തിൽ ഏതൊക്കെയാണ്? അതിന്റെ ആൻസർ 5 എലമെന്റ്സ് എന്നായിരുന്നു. 5 elements പറഞ്ഞായിരുന്നു. അത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ ഓർക്കുന്നില്ല ഇട്ടത് ഏതാണെന്ന്. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. അത് ക്വസ്റ്റ്യൻ ഒന്ന് മാം ക്ലിയർ ചെയ്ത് തന്നാൽ മതി. കാരണം അത് നേച്ചർ, അതായത് ബോഡിയില് നമ്മളുടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു. അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്ത് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം മാം. ഓക്കെ, വായിക്കും. According to Siddha system, there are dash elements that exist in nature. First option 3, second option 5, third option 2 and last option 7. ഇതിൽ 5 ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ ചോദിച്ചത്. നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നത് അല്ലേ 3 എലമെന്റ്സ് ആണ്. ഓക്കെ, 3 ഇല്ലേ അതിൽ ഓപ്ഷൻ ആയിട്ട്? 3 ഉണ്ട്. ഞാൻ ടിക്ക് ചെയ്തേക്കുന്ന 5 ആണെന്നാണോ പറയുന്നത്? അതെ 3 ആണ് ടിക്ക് ചെയ്തത്, മാറിപ്പോയതായിരിക്കും. ഓക്കെ, ഞാൻ ചോദിച്ചായിരുന്നു. നാച്ചുറൽ നല്ല മേഡം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് അയച്ചേക്കാട്ടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയിട്ട് അയച്ചേക്കാം. ഓക്കെ, അപ്പൊ മോഡേണിൽ ഏതാ വരുന്നത്? മോഡേണിൽ ഏതായിരുന്നു? അലോപ്പതി. എന്താ പറയുന്നത് അലോപ്പതിയില്? അതായത് 3 ഇനീഷ്യൽ ഫേസ്, 3 ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനീഷ്യൽ ഫേസ്, ഫസ്റ്റ് ഫേസ് ഏതാണ്? 1947 to 1983. 1947 to 1983. then ഏതായിരുന്നു സെക്കൻഡ് ഫേസ്? 1983. പ്രൊക്ലെയിം ചെയ്ത് പ്രഖ്യാപിച്ചതായിരുന്നു. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് ഏത് ഇയറിലായിരുന്നു? 1983. ഓക്കെ, പിന്നെ തേർഡ് ഫേസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2000. തേർഡ് ഫേസ് ആണ്. പിന്നെ നമ്മൾ 3 ഇൻഫ്രാസ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു റൂറൽ ഏരിയയിലെ. ഏതൊക്കെയായിരുന്നു അത്? ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. എന്താ ഡിസ്കസ് ചെയ്തത്? ഹോസ്പിറ്റൽസിലെ ഫംഗ്ഷനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് 2 ഫംഗ്ഷൻ? Intramural function. ഇൻട്രാമ്യൂറൽ ആൻഡ് എക്സ്ട്രാമ്യൂറൽ. ഓക്കെ, ഇൻട്രാമ്യൂറൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റലിന്റെ അകത്ത്, സർവീസ് വിത്തിൻ ദി വാൾ ഓഫ് ഹോസ്പിറ്റൽ. ആക്ടിവിറ്റീസ്. ഓക്കെ, ഇതാണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നത്. എക്സ്ട്രാമ്യൂറൽ ഏതാണ് വരുന്നത്? ഹോസ്പിറ്റൽസിന് പുറത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കാം, പ്രോഗ്രാം ആയിരിക്കാം, സർവീസസ്. ഓക്കെ, ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ ഏതൊക്കെയാണ്? ഉൾപ്പെടുന്നത്?
ഏതൊക്കെ സ്ഥലത്താണ്? Restorative, preventive, education, എഡ്യൂക്കേഷൻ റിസർച്ച്. ചെയ്യൂ. മനീഷ കണ്ടിന്യൂ. മനീഷ. Yes, റീസ്റ്റോറേറ്റീവ്. ma'am. Restorative എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കുക. എന്താണ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അതിൽ നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ഇപ്പൊ രോഗികൾക്ക് അവരുടെ രോഗത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്, മെഡിക്കല്, സർജിക്കല്, അങ്ങനെ രോഗം കണ്ടുപിടിച്ച് അതിനുവേണ്ട ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് അവരെ പഴയ രീതിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ക്യൂറേറ്റീവിൽ എന്താ പറയുന്നത്? ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാല് രോഗശാന്തി ആണ്. ചികിത്സിച്ച് ഉള്ള രോഗങ്ങളെല്ലാം ചികിത്സിച്ച് മാറ്റുക എന്നുള്ളത്. റീഹാബിലിറ്റീവ് എന്ന് പറഞ്ഞാല് പുനരധിവാസം. അതായത് രോഗികൾക്ക് ഫിസിക്കലി, മെന്റലി, സോഷ്യലി വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തിട്ട് അവരെ പഴയ രീതിക്ക്, രോഗത്തിൽ നിന്നൊക്കെ മാറ്റി പഴയ രീതിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കെയർ ഓഫ് എമർജൻസി എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് ചികിത്സ. ഇപ്പൊ എക്സാമ്പിൾ ആക്സിഡന്റ് ഒക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട എമർജൻസി ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോളൂ. ദെൻ നെക്സ്റ്റ് ആയിരുന്നു, പിന്നെ ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? റെസ്റ്റോറേറ്റീവ് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു? പ്രിവെന്റീവിൽ എന്താ പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിവെന്റീവിൽ പറയുന്നത്? Supervision of normal pregnancies. സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. പിന്നെ ഏതായിരുന്നു? Supervision of normal growth and development of children. Control of communicable diseases, Communicable disease, prevention of prolonged illness, health, education, occupation. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആണ്. തേർഡ് ആൻഡ് ഫോർത്ത് പോയിന്റ്. ഓക്കെ. പിന്നെ വരുന്നത് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ ആണ്. ഏതൊക്കെയായിരുന്നു എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ? ഔട്ട് പേഷ്യന്റ് services, home care service, mobile clinic, daycare center, night hospital, medical care camp. ഇതിന്റെ MCQ അയച്ചേക്കാം കേട്ടോ. മറ്റേത് ചെക്ക് ചെയ്തിട്ട് ഞാൻ വീണ്ടും അയച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആക്കിയിട്ട് അയച്ചേക്കാം. മാം ഒരു കാര്യം പറയട്ടെ? ഓക്കെ, പറഞ്ഞോളൂ. മാം ആ ഇട്ട ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് സിദ്ധ സിസ്റ്റം വെച്ചിട്ട് എലമെന്റ്സ് നേച്ചറിലെ കാര്യമല്ലേ പറയുന്നത്? എക്സിസ്റ്റിംഗ് നേച്ചർ അല്ലേ? അതെ, അപ്പൊ 5 എലമെന്റ്സ് അല്ലേ? ബോഡി ആവുമ്പോഴല്ലേ 3 elements. അങ്ങനെ എഴുതിപ്പോയി ആയിരിക്കാം. ഓക്കെ, നേച്ചറിലാണെങ്കിൽ അത് 5 elements ആണ്. മാം തന്ന ക്വസ്റ്റ്യൻ ശരിയാ. എലമെന്റ്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ നേച്ചർ എന്നാ തന്നത്. എന്റെ കയ്യിൽ ആ ക്വസ്റ്റ്യൻ ഇപ്പൊ കാണുന്നില്ല, ബുക്ക് ഇവിടെ ഇല്ല. നേച്ചറാ തന്നത്, അതുകൊണ്ട് ഞങ്ങൾ 5 elements ആൻസർ ചെയ്തേ. ആണോ? ആ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഓരോരുത്തർ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരു കൺഫ്യൂഷൻ വന്നു എന്നുള്ളൂ. നേച്ചർ ആയതുകൊണ്ട് ഞങ്ങൾ 5 elements ആണ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരാം. മതിയോ? എന്റെ കയ്യിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ ഇല്ല അതിന്റെ. ക്ലിയർ ആയി, കുഴപ്പമില്ല മാം, ക്ലിയർ ആയി. ക്ലിയർ ആണോ? ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്തോട്ടെ അപ്പോ. Okay, ma'am. Thank you. എടാ, യുടിയുടെ ഫുൾ ഫോം ആർക്കെങ്കിലും അറിയാവോ? യൂണിയൻ ടെറിട്ടറി. യൂണിയൻ ടെറിട്ടറീസ്.